ഹായ് ഗായ്സ്, ഇന്ന് രാവിലത്തെ 10 മണിൻ്റെ ഷോ നമ്മൾ ബറോസിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. H5 ആയിരുന്നു നമ്മുടെ സീറ്റ് നമ്പർ. തിയേറ്ററിൽ ഫാമിലീസ് ആയിരുന്നു കൂടുതൽ, കുട്ടികളായിരുന്നു അതിലും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. ഫാമിലീൻ്റെ കൂടെ എല്ലാം കുട്ടികളുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന നമ്മുടെ മലയാളത്തിൻ്റെ മോഹൻലാൽ ഒരുക്കുന്ന സിനിമയാണല്ലോ ബറോസ് എന്ന് പറയുന്നത്. അതും 3Dയിലാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര രസകരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ബറോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പിള്ളേരും ഫാമിലിയും കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സിനിമയൊക്കെ തുടങ്ങി. സിനിമയുടെ കഥ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒരു ഭൂതം, നിധി കാക്കുന്ന ഭൂതം, അതാണ് നമ്മുടെ ബറോസ്. ഡിഗാമയുടെ നിധി കാക്കുന്ന ഭൂതമാണ്. അങ്ങനെ ഡിഗാമയുടെ നിധി അതിൻ്റെ അനന്തരാവകാശികൾക്ക് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി വർഷങ്ങളോളം ആ നിധി കാത്തു സംരക്ഷിക്കുന്ന ഒരു ഭൂതത്തിൻ്റെയും അത് തേടി വരുന്ന ഒരു കുഞ്ഞിൻ്റെയും കഥയാണ് ഈ ബറോസ് സിനിമ പറഞ്ഞു വെക്കുന്നത്. 3Dയിലാണ്. ആ ഒരു 3D എഫക്റ്റ് നന്നായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇവരിത് ഷൂട്ട് ചെയ്തത് 3D ക്യാമറ വെച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. സാധാരണ 2Dയിൽ ചെയ്തിട്ട് 3Dയിൽ ആക്കുകയാണ് സാധാരണ ചെയ്യാറ് എന്നാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ ലാലേട്ടൻ പറഞ്ഞത്. ഇവർ ഡയറക്റ്റ് 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വേറെ എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ VFXും കൊള്ളാം കേട്ടോ. എനിക്ക് ആ വൂഡു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ലാലേട്ടൻ്റെ ഒപ്പമുള്ള ഒരു കുഞ്ഞു ക്യാരക്ടർ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളെ മെയിൻലി ഫോക്കസ് ചെയ്തിട്ട് എടുക്കുന്ന സിനിമ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ കുട്ടികൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ ആ ഒരു രീതിയിലാണ് വൂഡു എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടായിരുന്നത്. പക്ഷേ ആ വൂഡു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് കുറച്ചും കൂടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിള്ളേർക്ക് കുറച്ചും കൂടി എൻഗേജ്ഡ് ആയേനെ എന്നെനിക്കൊരു തോന്നലുണ്ടായി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ? വൂഡുവിന് കൊടുത്ത സ്പേസ് ഉണ്ട്, പക്ഷേ വൂഡുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ രസകരമായി കോമഡിയൊക്കെ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ ഒരു ഓളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് പിള്ളേർക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയതിനെ എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇനി നമ്മൾ ഇതിൻ്റെ കഥയിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കഥ ഇതാണ്, സിമ്പിൾ കഥയാണ്, ഒരു മുത്തശ്ശി കഥയാണ്. ആ ഒരു രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അതായത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിലൂടെ മാത്രമാണ് ഇത് പോകുന്നത്. അല്ലാതെ ഭയങ്കര ട്വിസ്റ്റോ കാര്യങ്ങളോ ടേൺസോ അങ്ങനെയൊന്നുമില്ല. ഒരു ആനിമേഷൻ മൂവി ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫെയിലി ടെയിൽ ആണെങ്കിൽ കൂടിയും ഈ ഒരു കഥയിൽ നമുക്ക് അടുത്തെന്താണെന്ന് സംഭവിക്കുന്നത് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഇല്ല. ഇപ്പം നമ്മളൊരു ചിത്രകഥ അല്ലെങ്കിൽ ഒരു ഫെയറി ടെയിൽ പുസ്തകത്തിലേക്ക് ബാലരമയിലേക്ക് വായിക്കുകയാണെങ്കിൽ അടുത്ത പേജ് മറിക്കാൻ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അത് ഇതിൽ എവിടേക്കോ മിസ്സിംഗ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ തോന്നൽ മാത്രമാണ്. അത് എൻ്റെ തോന്നൽ മാത്രമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല. പിന്നീട് ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് നോർമലാണ്, വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. BGM അങ്ങനെ തന്നെ ഒരു നോർമൽ രീതിയിലാണ് പോകുന്നത്. വലിയ ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും അതിന് എനിക്ക് ആ ഒരു തിയേറ്ററിൽ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ സംബന്ധിച്ച് അവർക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫാമിലീസിന് ഈ ഒരു സമയത്ത് ഇത് കാണാൻ പറ്റും. കുറച്ച് ക്ഷമ വേണം. പിന്നെ എന്തായത് ചില സീൻസുകളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഇത് 3Dയിൽ എടുക്കുന്നത് കൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ല. കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ നന്നായേനെ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്നിരുന്നാലും മലയാളത്തിൻ്റെ മോഹൻലാൽ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു ബറോസ് ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ പിള്ളേരും ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്.